ഞാനിപ്പോൾ ഉള്ളതേ അലൈനിലെ ഗ്രീൻ വാഷറയിലാണ്. ഗ്രീൻ വാഷറയുടെ ആ പാർക്കിൻ്റെ സൈഡിൽ തന്നെ ഉള്ള സ്വിമ്മിംഗ് പൂളിലോട്ടാണ് ഞാനിപ്പോൾ പോണത്. ഇതുണ്ട്, ഇതിപ്പോൾ ജെൻസിനുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്, ലേഡീസിന് വേറെ അപ്പുറത്ത് വേറെ ഉണ്ട്. നമ്മളെ പൂളിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇടത് ഭാഗത്തായിട്ട് ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ലോക്കറിന് നമ്മൾ പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5 ദിറംസാണ് പേ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നല്ല ടോയ്ലറ്റുകൾ, നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റുകളുണ്ട്. പിന്നെ നല്ല വാഷ്റൂംസ് ഉണ്ട്. ഇപ്പോൾ പൂളിലോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബോഡിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് അവർ ഇറങ്ങാൻ സമ്മതിക്കുള്ളൂ. അടിപൊളിയായിട്ടില്ല, സൂപ്പറായിരിക്കുന്നു. വലിയ ചൂടൊന്നുമില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചൂടാവും വെള്ളം. ഇത് നമ്മളിവിടുത്തെ ലൈഫ് ഗാർഡാണ് കേട്ടോ. ഓക്കെ, അതൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ താഴ്ച എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 1.3 മീറ്ററാണ് ഡെപ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ലൈഫ് വരാൻ വേണ്ടി ദുബൈയിൽ നിന്ന് വന്ന ഒരു ടീമാണ് കേട്ടോ. ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഇത് स्विमिंग एरिया आते हैं आपको? स्विमिंग पूल आता है, जबल बीच के लिए आता है, मगर मेजरली इसके लिए बारबेक्यू और स्विमिंग के लिए हम लोग करके आता है, स्विमिंग करता है. ഇതിപ്പോൾ ഏകദേശം 40 ഡിഗ്രി സെന്റിഗ്രേഡ് 40 ഡിഗ്രിയിലാണ് ഈ ഒരു ചൂട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേറെ എവിടെ ഇതേപോലത്തെ ഇങ്ങനെ ഒരു ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവർ ഇവിടെ തന്നെ തേടി വരുന്നത്. സമയം എത്ര എന്നറിയാം, 12 മണിയായി. ഞാനിവിടെ ഒരു 10 മണിക്ക് വന്നതാണ്. കണ്ട ഇതുവരെയായിട്ടും വലുതായിട്ട് ആളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും തിരക്ക് കുറവാണ്. ഇവിടെ വേറെ 25 ദിറംസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീക്കെൻഡെല്ലാം ഇവിടെ വരാം. കണ്ടോ, ഇവിടുത്തെ ലൈഫ് ഗാർഡ്സുകളാണ്. നമ്മളെന്ത് സഹായത്തിനും ഇവിടെ ആളുണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.